ഹലോ. അപ്പോൾ എല്ലാവരും തംബ്നെയിലും ക്യാപ്ഷനും ഒക്കെ കണ്ടതുപോലെ തന്നെ നമ്മുടെ 10K സ്പെഷ്യൽ ഗിവ് അവേയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വന്നതെന്ന് എനിക്കറിയാം. എല്ലാം പറയാം. വീഡിയോ ഫുള്ള് കണ്ടിട്ട് റൂൾസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണേ. ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്കൊരു വലിയ താങ്ക്സ് പറയാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മുടെ ചാനലിൽ 10K ആയത്. അപ്പോൾ തിരിച്ചും ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിട്ടേൺ ഗിഫ്റ്റ് തരണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗിവ് അവേ ഒക്കെ നടത്തുന്നത്. നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ നമ്മൾ 1K ആയപ്പോൾ നടത്തിയിരുന്നു. 2 വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാമെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ ടോട്ടൽ 3 വിന്നേഴ്സിനെ ആദ്യം സെലക്ട് ചെയ്തിരുന്നു. അതിൽ 2 പേര് ഗിഫ്റ്റ് അയക്കാനുള്ള അഡ്രസ്സൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. ബാക്കി ഒരാൾ നമ്മുടെ ഗിവ് അവേന്ന് പിന്മാറി. അഡ്രസ്സ് ഷെയർ ചെയ്യാൻ വീട്ടിൽ എന്തോ ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. അത് സാരമില്ല. അതിന് പകരമായിട്ട് നമ്മൾ 2 ടോപ്പ് കമന്റേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ടോട്ടൽ 4 വിന്നേഴ്സിനെയാണ് നമ്മൾ 1K ഗിവ് അവേന്ന് സെലക്ട് ചെയ്തത്. അന്ന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ഗിഫ്റ്റ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ഡ്രോയിങ് ചെയ്തിട്ട് അവരുടെ ഫുൾ നെയിം എഴുതി ഫ്രെയിം ചെയ്ത് പോസ്റ്റിൽ അയച്ചു കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റ്സും ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാനുള്ള ഡ്രോയിങ്സ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ 4 വിന്നേഴ്സിനും കൂടി 4 പേപ്പർ ഞാൻ സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഓരോന്നും വരയ്ക്കുന്ന കൂട്ടത്തിൽ നിങ്ങളോട് പുതിയ ഗിവ് അവേയുടെ വിശേഷങ്ങൾ പറയാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് 10K ഗിവ് അവേയിലേക്ക് വരാം. റൂൾസ് പറയുന്നതിന് മുമ്പ് ഞാൻ എന്താ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരാൻ പോകുന്നതെന്നും കൂടി പറയട്ടെ. കഴിഞ്ഞ ഗിവ് അവേയിലേതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രോയിങ് നിങ്ങളുടെ ഫുൾ നെയിം എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. കൂട്ടത്തിൽ ചോക്ലേറ്റ്സും ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഗിഫ്റ്റിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. വിന്നർ ആവുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ആർട്ട് സപ്ലൈ ആയിരിക്കും ഞാൻ ഗിഫ്റ്റായിട്ട് തരുന്നത്. ഇനി ഞാൻ റൂൾസ് പറയട്ടെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗിവ് അവേ ആണല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ ലൈക്കും ഷെയറും കൂടി ചെയ്തേക്ക്. നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്ക് ഗിഫ്റ്റ് കിട്ടിയാലും നല്ലതല്ലേ. ഇനി ഗിവ് അവേ റൂൾസിന്റെ മെയിൻ പാർട്ട് പറയാം. വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ നിന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ കമന്റ് ഇടണം. എന്താണ് കമന്റ് ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളുടെ ഫുൾ നെയിം കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഡ്രോയിങ് ആണോ വേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മുടെ ഷോർട്സിലൊക്കെ കമന്റ് ചെയ്യുന്നവർക്ക് അറിയാലോ ഏത് കളറ് ഏത് സ്റ്റൈലിലും ലുക്കിലുള്ള പിക്ചറാണ് ഞാൻ വരയ്ക്കേണ്ടത്, അങ്ങനെയൊക്കെ. ഒരുപാട് തല പൊഹിക്കാനൊന്നുമില്ല. നിങ്ങൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഏജും കൂടി ആ കൂട്ടത്തിലൊന്ന് പറഞ്ഞേക്കണേ. കാരണം കമന്റ് ഇടുന്ന നിങ്ങൾ ചിലപ്പോൾ കുട്ടികളായിരിക്കും, ഞാൻ വരയ്ക്കുന്നത് ചിലപ്പോൾ വലിയ ആളിന്റെ പിക്കായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല നിങ്ങൾക്ക് വലിയ ആളിന്റെ പിക്ക് തന്നെയാണ് വേണ്ടതെങ്കിലും അത് പറഞ്ഞോളൂ. ഇനി ഇത് കൂടാതെ ഒരു കാര്യം കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഞാനൊരു ആർട്ട് മെറ്റീരിയൽ തരും എന്ന് പറഞ്ഞില്ലേ, അതെന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയണം. സ്കെച്ച് പെനോ സ്കെച്ച് ബുക്കോ കളേഴ്സോ പെൻ പെൻസിൽ പൗച്ച് അങ്ങനെ എന്തെങ്കിലും ഒരൈറ്റത്തിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരൈറ്റം. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വിന്നേഴ്സിന് കൊടുക്കാനുള്ള 4 ഡ്രോയിങ്സും ഞാൻ ചെയ്തു വെച്ചു. ഇനി ഇത് ഓരോന്നും പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഫുൾ എല്ലാം കൂടി ഈ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള സ്റ്റോറേജ് എൻ്റെ ഫോണിനില്ല. സത്യത്തിൽ ഞാൻ ഗിവ് അവേ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആവാൻ തന്നെ കാരണം അതാണ്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഗിവ് അവേ വീഡിയോ എപ്പോൾ വരും എന്ന്. അപ്പോൾ ഇതുവരെ നമ്മുടെ നെയിം സീരീസിൽ നമ്മൾ ഒരുപാട് പിക്ക് വരച്ചു. ഇനിയും ഒരുപാട് പേരുടേത് വരയ്ക്കാൻ ബാക്കിയുണ്ട്. ആരും വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ആരെയും അവോയ്ഡ് ചെയ്യില്ല. എനിക്ക് പറ്റുന്ന പോലെ എല്ലാവരുടെയും പിക്ക് ഞാൻ വരച്ചു തരുന്നതായിരിക്കും. എല്ലാവരുടെയും പരാതികളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാവരും എത്ര കമൻസ് ഇട്ടുവെന്നും എപ്പോഴാണ് ഇട്ടതെന്നും എത്ര നാളായിട്ട് ഇടുന്നു ഒക്കെ എനിക്കറിയാം കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് എല്ലാം ചെയ്യാം, ആരും പിണങ്ങി പോണ്ട. ഞാൻ ഓൾറെഡി എഴുതിയ നെയിംസും എഴുതിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതി പറയുന്നവരുണ്ട്. അത് ചിലപ്പോൾ അവർ ആ വീഡിയോസ് കാണാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് പറയാറുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി നോക്കണേന്ന്. പക്ഷെ എന്നിട്ടും കാണാത്തവരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ റിപ്ലൈ കിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ നമ്മുടെ ഗിവ് അവേ റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ. കഴിഞ്ഞ തവണത്തെ ഗിവ് അവേയിൽ കുറേ പേരൊക്കെ കറക്റ്റായിട്ടായിരുന്നില്ല കമൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി റൂൾസൊക്കെ ക്ലിയർ ആയിട്ട് പറയാം, സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യാം. ആദ്യം തന്നെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. രണ്ടാമത് ചെയ്യേണ്ടത് കമൻ്റ് ആണ്. അതിൽ നിങ്ങളുടെ ഫുൾ നെയിം വേണം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ഡ്രോയിങ് ആണ് വേണ്ടതെന്ന് പറയണം. ഏത് കളറിൽ ഏത് ലുക്കിൽ ഏത് സ്റ്റൈലിൽ വേണം എന്നൊക്കെ പറഞ്ഞോളൂ. ഏത് ഏജിലുള്ള ആളെയാണ് വരയ്ക്കേണ്ടതെന്നും കൂടി പറഞ്ഞാൽ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. സോ ഡിസ്ക്രൈബ് ദ ഡ്രോയിങ് യു വോണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഗിവ് അവേ ഗിഫ്റ്റായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ആർട്ട് മെറ്റീരിയലിൻ്റെ പേര്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വൺസ് അഗെയിൻ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാറ്റിനും താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണേ.